ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു നാടൻ വിഭവമായിട്ടാണ്. ഇടിഞ്ചക്ക തോരൻ. ചക്ക വൃത്തിയാക്കിയെടുക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണെന്നുണ്ടെങ്കിലും കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കുന്ന ഒരു വിഭവമാണ് ഇടിഞ്ചക്ക തോരൻ. ചക്ക മുറിക്കുന്നതിന് മുമ്പായിട്ട് ഒരല്പം വെളിച്ചെണ്ണ കത്തിയിലും കയ്യിലും ഒക്കെ തടവിയിട്ടാണ് നമ്മൾ മുറിക്കുന്നതെങ്കിൽ ഈ അരക്കും പശയൊന്നും കയ്യിലും കത്തിയിലും അധികം ഒട്ടാതെ കിട്ടും. ചെറിയ ചക്ക ആയതുകൊണ്ട് തന്നെ ചക്ക ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് അതിൻ്റെ തോലൊക്കെ ചെത്തിക്കളയുന്നത്. ചക്ക മുറിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന അരക്ക് അല്ലെങ്കിൽ പശ നമുക്ക് ഒരു കാർഡ്ബോർഡ് കൊണ്ടോ അല്ലെങ്കിൽ ചകിരി ഉണ്ടെങ്കിൽ അത് വെച്ചോ ചുറ്റി കറക്കിയെടുത്ത് വൃത്തിയാക്കിയെടുക്കാം. അതിനായി ചക്കക്കുരു ഒട്ടും മൂക്കാത്ത കട്ടിയാവാത്ത ഒരു ചെറിയ ചക്കയാണ് നമ്മൾ എടുക്കേണ്ടത്. ചക്ക തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഏകദേശം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇളം പരുവത്തിൽ കുരു മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പച്ച നിറത്തിലുള്ള മുള്ളല്ലാതെ മറ്റൊന്നും തന്നെ കളയാനായിട്ടുണ്ടാവില്ല. കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകിയ ചക്ക കുക്കറിലേക്കിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ചക്കയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വിസിൽ വന്നാൽ മതിയാകും. അപ്പോഴേക്കും തോരന് വേണ്ട തേങ്ങ ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അരമുറി നാളികേരം ചുരണ്ടിയത് ഇത്രയും ഇട്ടുകൊടുത്ത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴേക്കും കുക്കറിന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുക്കർ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക വെള്ളമില്ലാതെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ കൈ കൊണ്ടോ നമുക്ക് ഈ ചക്ക പീസുകളൊന്ന് ഉടച്ചു കൊടുക്കാം. കുഴയാതെ വേണം ഉടച്ചു കൊടുക്കാൻ. എല്ലാ ചക്കയും ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ തേങ്ങ ചതച്ചെടുക്കുമ്പോൾ അതിലേക്ക് 1-2 പച്ചമുളക് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയോ ചെയ്യാം എരിവിന് വേണ്ടിയിട്ട്. തോരന് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാനിവിടെ മുളക് പൊടിയോ പച്ചമുളകോ ചേർത്തിട്ടില്ല. അതിന് പകരം കടുക് വറക്കാൻ നേരം നല്ല എരിവുള്ള ഒരു 4-5 വറ്റൽമുളക് ചെറുതായും അരിഞ്ഞിട്ടാണ് കടുക് വറക്കുന്നത്. ഒരു പാൻ വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 4-5 കഷ്ണം വറ്റൽമുളക് ചെറുതാക്കി അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചക്കയും തേങ്ങയും കൂടെ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒരു 5-6 മിനിറ്റ് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ നാടൻ ഇടിഞ്ചക്ക തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് മറ്റൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. താങ്ക്